കുട്ടികൾക്ക് എങ്ങനെ ഫിഷ് കൊടുക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികൾക്ക് മത്സ്യം എന്തുകൊണ്ട് കൊടുക്കണം? കാരണം മത്സ്യമാണ് കുട്ടികളുടെ തലച്ചോറിന് ഏറ്റവും അത്യാവശ്യമുള്ള DHA എന്ന് പറയുന്ന ഫാറ്റ് നമുക്ക് കിട്ടുന്നത് മത്സ്യത്തിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് മത്സ്യം കൊടുക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത്, മത്സ്യം തന്നെ നമുക്ക് മൂന്ന് ഗ്രൂപ്പായിട്ട് FDA പറയുന്നുണ്ട്. കാരണം മെർക്കുറിയുടെ കണ്ടന്റ് തീരെ കുറവുള്ള അല്ലെങ്കിൽ മെർക്കുറിയുടെ കണ്ടന്റിന്റെ അടിസ്ഥാനപ്പെടുത്തി മത്സ്യങ്ങൾ നമുക്ക് മൂന്നാക്കി മാറ്റാം. ഒന്ന് ബെസ്റ്റ് ചോയ്സ്, 2 ഗുഡ് ചോയ്സ്, 3 നിങ്ങൾ ഒഴിവാക്കേണ്ട മത്സ്യങ്ങൾ, കൊടുക്കാൻ പാടില്ലാത്ത മത്സ്യങ്ങൾ. അപ്പം ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അതിൽ ഇതാണ് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യുക, ഇത് തീർത്തും ഒഴിവാക്കുക. അപ്പം മത്സ്യം ഏത് കൊടുക്കാമെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എങ്ങനെ കൊടുക്കാം? ഒരു കുഞ്ഞിന് പ്രത്യേകിച്ച് 6 മാസം പ്രായമായ ഒരു കുഞ്ഞ്, 6 മാസം പൂർത്തിയായതിനു ശേഷം ഒരു കുട്ടിക്ക് മത്സ്യം കൊടുക്കാൻ പ്രധാനമായും 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കാം, ആവിയിൽ വേവിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ച് ബോയിൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം. അത് 6 മന്തിന് ഇത് രണ്ടുമാണ് ഓപ്റ്റ് ചെയ്യുക. ഫ്രൈ കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കായിരിക്കും നല്ലത്. നമുക്ക് നോക്കാം ഓരോന്ന്. സ്റ്റീം ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ താഴെ വെള്ളം വെച്ച് ഓട്ടയുള്ള ഓട്ടയുള്ള ഭാഗം വെച്ചിട്ട് അതിൽ നമുക്ക് ഫിഷ് വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. എന്നിട്ട് അത് ചെറിയ പ്യൂരി ടൈപ്പാക്കി ഇതുപോലെ പ്യൂരി ആക്കി കൊടുക്കാം. അങ്ങനെ സ്റ്റീം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെറും മത്സ്യം മാത്രം ആക്കണ്ട, അതിന്റെ കൂടെ എന്തെങ്കിലും 2 വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പം മത്സ്യം മാത്രം ആക്കാം, അല്ല എന്നുണ്ടെങ്കിൽ 2 വെജ് ഐറ്റംസും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്ത് അതിനെ പ്യൂരി ടൈപ്പ് ആക്കി കൊടുക്കുക. അതാണ് നമുക്ക് വേവിച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഇനി 9 മാസത്തിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ കുട്ടി ചെറിയ പീസ് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ പ്യൂരി ആക്കണമെന്ന് നിർബന്ധമില്ല, മറിച്ച് കുഞ്ഞു പീസാക്കി അവർ കൈകൊണ്ട് പിറക്കി കഴിക്കും. രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ബോയിൽ ചെയ്ത് കൊടുക്കുക. ബോയിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 വെജിറ്റബിൾ ഐറ്റംസ് എടുക്കുക. ഇവിടെ ക്യാരറ്റും പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഫ്രഷ് ആയി കട്ട് ചെയ്ത ഫിഷ് എടുക്കാം. എന്നിട്ട് ഇത് 3ഉം കൂടി ഇട്ട് ബോയിൽ ചെയ്യാം. അത് ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ബോയിൽ ചെയ്താൽ മതിയാവും. അതിനുശേഷം ആ വെള്ളം മാറ്റിയതിന് ശേഷം അത് 3ഉം കൂടി ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പം ഒരു 6 months to 9 months വരെ ഇതുപോലെ പ്യൂരി ടൈപ്പിൽ കൊടുക്കാം. മോർ ദാൻ 9 months ആണെങ്കിൽ ഇത്രയും പ്യൂരി ആക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടൊക്കെ ഉടച്ചു കൊടുത്താൽ മതി. ഇത്രയും പ്യൂരി ആക്കേണ്ടതില്ല. ഇത് ആർക്കാണ്? 9 താഴെ ഉള്ളവർക്കാണ്. 9 മാസത്തിന് മുകളിലുള്ളവർക്ക് ഇത്രയും പ്യൂരി ആക്കേണ്ടതില്ല. നമുക്ക് കൈകൊണ്ട് ഉടച്ച ഫുഡ് തന്നെ കൊടുക്കാം. അങ്ങനെയാണ് ബോയിലിംഗ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അത് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് 1 ഇയറിന് അല്ലെങ്കിൽ 2 ഇയറിന് മേലൊക്കെ അതിന്റെ ബോൺ മാറ്റി ബട്ടറോ മറ്റോ വെച്ച് ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു കുഞ്ഞുങ്ങൾക്ക് ഫിഷ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഫിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഏതൊക്കെ ഫിഷാണ് നമ്മൾ കൊടുക്കേണ്ടതുള്ളത് അതും പറഞ്ഞു. അപ്പോൾ അതാണ് ഫിഷുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇനി അടുത്തത് ഏത് ഫുഡ് ഐറ്റമാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം.